അസ്സലാമലൈക്കും. കുറേ ദിവസമല്ലേ നമ്മൾ കണ്ടിട്ട്. ഇന്ന് നമുക്ക് എന്താ പറയുക, ഒരു നെയ്പ്പത്തിൽ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഞാൻ നോക്കുന്നത്. നമുക്ക് രാവിലെ ചായ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നെയ്പ്പത്തിലാണ്. അപ്പോൾ അതിന് നമുക്ക് എന്താക്കാം, ആദ്യം നെയ്പ്പത്തിന് ആദ്യമായിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കണ്ടേ. അപ്പം കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ചൂടോടൊക്കെ നെയ്പ്പത്തിൽ ഇങ്ങനെ പൊരിച്ച് കറിയിലൊക്കെ മുക്കി ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കാം, ഞാൻ അതിനായിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം ഞാൻ പിന്നെ എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ പോയപ്പോൾ സമയത്ത് എനിക്ക് അവിടുത്തെ കറി നല്ല ഇഷ്ടമായി. അപ്പോൾ ഒരു വെച്ചമാതിരി ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ പോലെയാണ് ഞാൻ ഉണ്ടാക്കൽ. പക്ഷേ ഇത് ഞാൻ എന്ത് ചെയ്ത് ഓൾ വെക്കുമ്പോൾ ഒന്ന് വെച്ച് നോക്കട്ടെ എന്ന് വിചാരിച്ച് വെക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്, പിന്നെ ഒരു കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കറിക്കുള്ള ചിക്കനാണ്, കുറച്ച് ചിക്കനാണ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഒരു 4 സവോള, പിന്നെ വലിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4 തക്കാളി, ഒരു 4 പച്ചമുളക്, 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ കൂടി നമുക്ക് ഈ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ടാണ് ഞാൻ കറി വെക്കുന്നത്. സാധാ നമ്മൾ കറി വെക്കുന്ന ഒരു വെറൈറ്റി കറിയാണ് വെക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ വലിയുള്ളിയും തക്കാളിയും പച്ചമുളകും അത് 3 കൂടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നാക്കി അരച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം കട്ടൊന്നും ഇല്ലാതെ നന്നാക്കി അരച്ചിട്ടുണ്ട്. വെള്ളം കൂട്ടിയിട്ടില്ല കേട്ടോ, കൂട്ടാതെയാണ് ഞാൻ അരച്ചെടുത്തത്. വെളിച്ചെണ്ണ വയ്ക്കുകയാണേ. ഇതേപോലെ ചിക്കൻ പൊരിയാൻ പാടുള്ളൂ കേട്ടോ. നമുക്ക് അത് ഒരുപാട് പൊരിയരുത് കേട്ടോ, ഒരു മീഡിയത്തിലേ പൊരിയാൻ പാടുള്ളൂ. ചെറിയുള്ളി അരിഞ്ഞതാണ് ഇത്. ഞാൻ ചെറിയുള്ളി ഇത് അരിഞ്ഞതാണ്. ഇത് നമുക്ക് ഇത്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയുള്ളി ഒരു 5-8 ചെറിയുള്ളി ഞാനെടുത്ത് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളി ചുവന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ഒരു 5-6 ഇഞ്ചോളം ഇഞ്ചിയും വെള്ളുള്ളിയും ശകലം ഇഞ്ചിയും എടുത്തിട്ട് ഞാൻ ചെറിയ പൊട്ട് ഇഞ്ചിയും എടുത്തിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കും. നല്ലോണം ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചച്ചവ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചൂടുള്ള കറി കൂട്ടി കഴിക്കാനല്ലേ, ചൂടുള്ള കറിയിലേക്ക് പൊരിച്ച നെയ്പ്പത്തിൽ ഇങ്ങനെ എടുത്തിങ്ങനെ മുക്കി ഇങ്ങനെ കഴിക്കണം. നമുക്ക് അതിനാണ് ഇപ്പോൾ ആദ്യം കറി വെച്ചിട്ട് നിങ്ങളെ കാട്ടിക്കുന്നത്. എനിക്ക് നുണ പൊട്ടി ഇങ്ങനെ അറിയിക്കും. ഞാൻ ഇതൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ. എനിക്കൊരു നുണ പൊട്ടല്, ആ ഒരു ചിന്തയെ എനിക്കുള്ള നുണ പൊട്ടുന്നത്. ഇതൊക്കെ ഒന്ന് ചൂന്ന് വന്നിട്ടുണ്ട്. നമുക്കിത് ഈ അരച്ച് വെച്ച് സവാളയും തക്കാളിയൊക്കെ അരച്ച് വെച്ച് നമുക്ക് ഉള്ളിയും തക്കാളി അരച്ച് വെച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് ശരിക്കും വെന്തോട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇടുന്നത് ഒരു 1.5 സ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്, മല്ലിപ്പൊടി കുറച്ച് ഇട്ടുള്ളൂ കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുള്ളൂ കേട്ടോ. ഉലുവയും ജീരകം കൂടി വറുത്ത് പൊടിച്ച പൊടിയാണ്. ഞാൻ എപ്പോൾ വറുത്ത് പൊടിച്ച് വെക്കലാണ്. ഉലുവ, ജീരകം, പിന്നെ ഒരു നുള്ള അരി എല്ലാം കൂടിയും കൂട്ടിയിട്ട് ഞാൻ പൊടിച്ച് വെക്കുന്നതാണ്. ഐറ്റാലാണ് ഞാൻ കുറച്ചിടുന്നത്. അത് ഞാൻ അവിടെ പൊടിച്ച് വെക്കുന്നതാണ്. ഞാൻ കറി വെക്കുമ്പോൾ ഇറച്ചിയോ മീനൊക്കെ വെക്കുമ്പോൾ ഞാൻ അതിൽ എടുത്തിടുന്നതാണ്. ശരിക്കും ഒരു നല്ല കളർ ആകുന്നവരെ ഒന്ന് നമുക്ക് ഇളക്കി ഒന്ന് മൂടി വെക്കാം. ഒന്ന് വെന്തോ നല്ല കളർ വരട്ടെ. അപ്പോൾ നമുക്കിതിൻ്റെ മൂടി ഒന്നെടുത്ത് നോക്കാം എന്താ സ്ഥിതി നോക്കാം. അപ്പോൾ ഇത് നല്ലൊരു കളറിൽ നല്ലൊരു കറിയായിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ഈ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിച്ചപ്പ് ഇടുന്നുണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇടുന്നുണ്ട്. ഒരു 2 കറിവേപ്പിൻ്റെ ഇല ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു 2 പുതിന ചപ്പ് ഇടുന്നുണ്ട്. 2 പുതിന ഇല ഇട്ടിട്ടുണ്ട്. ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. മസാല ഇടുന്നുണ്ട്. പിന്നെ എന്താവട്ടെ, അതവിടെ കിടന്നിട്ട് നല്ലോണം ഒന്ന് വെന്ത് റെഡി ആവട്ടെ. നമുക്കെന്ത് ചെയ്യാം, അരി അരച്ച് പൊരിച്ചവത്തിനുള്ള കാര്യങ്ങളൊക്കെ വേഗം ചെയ്യാം നമുക്ക്.
അരി ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തത് നമ്മളെ റേഷൻ പീടികയിൽ ഇപ്പോൾ ഇഷ്ടംപോലെ കിട്ടുന്ന അല്ലേ അരി, പിന്നെ പുഴുങ്ങലരി, അതാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഈ അരി ഞാനിവിടെ അധിക ദിവസം ഞാൻ മക്കൾക്ക് ചായക്ക് ഉണ്ടാക്കലുണ്ട്, വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കലുണ്ട്. അങ്ങനെ പിന്നെ അരി നല്ലോണം കിട്ടുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ അരി ഒരു 1.5 ഗ്ലാസ് എടുത്തിട്ട് ഞാൻ 5 മണിയായ സമയത്ത് ഞാനിത് വെള്ളം ഒഴിച്ച് വെച്ചതാണ്. കുറച്ച് പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇളം ചൂടാക്കിയിട്ട് ഞാൻ കഴുകി റെഡിയാക്കി പിന്നെ ഈ വെള്ളം ഒഴിച്ച് വെച്ചതാണ്. പിന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യാം, മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചു കൊടുക്കാം. ഫുള്ള് അരയരുത് കേട്ടോ, ഒരു ചെറിയൊരു തരി അതിന് വേണം. ആ രീതിയിൽ നമ്മൾ അരയ്ക്കാവും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം പാർന്നിട്ട് നമുക്ക് അരച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് പിന്നെ ഞാൻ ഇടുന്നത് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ തേങ്ങ ഞാൻ അതിലേക്ക് ഇടുകയാണ്. പിന്നെ ഒരു 4 ചോള ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, അതും പിന്നെ കുറച്ച് 1 ടീസ്പൂണിൽ ജീരകം ഇട്ട് കൊടുക്കണം. ചെറിയ ജീരകമാണ് ഞാൻ ഇടുന്നത്. ഇത് വലിയ ജീരകം ഇട്ടിട്ടും അല്ലാതെ പല തരത്തിലും നെയ്പ്പത്തിൽ 2-3 തരത്തിൽ എനിക്കറിയാം. അതിലിപ്പോൾ ഞാൻ ഒരു തരയിലും കാണിച്ചിരുന്നത്, ബാക്കിയുള്ള ഞാൻ പിന്നെ കാണിച്ചിരുന്നുണ്ട്. ഇതൊന്ന് ഒരു വിധം അരഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് തന്നെ ഈ തേങ്ങയും ചെറിയ ജീരകവും ചെറിയുള്ളിയും കൂടി നമുക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിക്കളഞ്ഞാൽ മതി കേട്ടോ. അധികം അരയണ്ട, ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ അരി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ തേങ്ങയും ചെറിയുള്ളിയും ചെറിയ ജീരകവും കൂടിയും അരച്ചതല്ല, ഒന്ന് കറക്കിയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അതും കൂടി ഞാൻ ഇതിലേക്കിട്ട് ഇതിനെ കൊടുത്ത് തന്നെ ഇട്ട് വറക്കിയാൽ മതി. ഞാൻ അത് വേറെയാണ് റെഡിയാക്കിയത്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം. സാധാ പത്തിരിപ്പൊടി ഇട്ടോ, നമ്മളെ പച്ചരി പൊടിച്ച ശേഷം പത്തിരിപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ടൈറ്റാക്കാം. ഈ പൊടി നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ പറ്റിയ രീതിയിൽ ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലോണം കുഴച്ച് റെഡിയാക്കി എടുക്കാം. ഇത് നമ്മളെ പുറയിൽ ഇപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടാകുന്നല്ലേ റേഷനരി, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ശരിക്കും. ഓരോ കുടുംബത്തിലും ഇഷ്ടംപോലെ അരി കിട്ടുന്നുണ്ടല്ലോ, പലതരത്തിലും അരി കിട്ടുന്നുണ്ടല്ലോ, റേഷനരി കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമുക്ക് വേഗം മക്കൾക്ക് ചായ കൂട്ടാനും ആക്കി കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ്. പിന്നെ മക്കൾക്ക് ഇഷ്ടമാണ്. ഇതിന് നമുക്ക് കറിയൊന്നും വേണമെന്നില്ല, ഇതിന് വെറുതെ തന്നെ കഴിക്കാൻ നല്ല രസമാണിത്. പിന്നെ തേങ്ങ എന്ന് പറഞ്ഞാൽ ഞാനൊരു മുറി തേങ്ങ എടുത്തത്. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ എടുത്തോടി. തോന്ന തേങ്ങ ഇടുകയാണെങ്കിൽ അത്രയും നല്ല രസമുണ്ടാകും. തേങ്ങ കൂടുതലിട്ടാൽ നല്ല രസമുണ്ടാകും. അപ്പോൾ നമുക്കിങ്ങനെ ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കയ്യിൽ ഇങ്ങനെ ഒരു ഉരുട്ടിയെടുക്കാനായ ഉരുളുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ രീതിയിൽ ആക്കി ഉരുട്ടി എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ കറി നോക്കാം. കറി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മളെ കറി. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇതൊന്ന് ഇളക്കി വെക്കാം. ഇത് എന്താ പറയുക, ഞാൻ ഒരുപാട് കറിയായിട്ട് വെച്ചിട്ടില്ല. ഇങ്ങനെയാണ് പിന്നെ കറി കുറച്ചാണ് വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഒരു ശകലം പിന്നെ ചൂട് തിളച്ച വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ മതി കുറച്ച് മതി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയത്. ഇതിങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം, ഇതിലൊരു ചുവന്നുള്ളി ചെറിയുള്ളി ശകലം അരിഞ്ഞെടുത്തിട്ട് നമുക്കിതൊരു പവറാക്കി കൊടുക്കാം. പവർ കണ്ടേ നമുക്ക്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു പവറാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇരുമ്പിൻ്റെ ചീൻചട്ടി ആട്ടോ വെക്കുന്നത്. ഞാൻ ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലാണ് വറവ് ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലതാണല്ലോ ഇരുമ്പിൻ്റെ ചീൻചട്ടി, അതുകൊണ്ടാണ് എൻ്റെ ചീൻചട്ടി ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ ചീൻചട്ടിയാട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഒത്തിരി വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുള്ളൂ, കാരണം നമ്മൾ നല്ലോണം അതിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, അതിന് തന്നെ ഉണ്ട്. ഞാൻ ഇത്തിരി വെളിച്ചെണ്ണയിലൊന്ന് പവറാക്കാൻ വേണ്ടി ചെയ്യുകയാണ് ഇപ്പോൾ ഇത്. പിന്നെ അപ്പോൾ നമുക്ക് എന്താക്കാം, ഇതിൽ ചെറിയുള്ളി ഇത്തിരി 2 കുറച്ച് ഞാൻ അരിഞ്ഞ് വെച്ചിരുന്നു, അതിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇത്തിരി കറിവേപ്പിൻ്റെ എല്ലാം ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു 2 പട്ടഗ്രാമ്പ് ഇടുന്നുണ്ട്. പിന്നെ ഒരു ഇച്ചിരി മുളക് പൊടിയാണ് അതിൽ പാറ്റുന്നത് കേട്ടോ. അപ്പം എന്തിനാണ്, നമുക്ക് നല്ലൊരു പവറാകുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇത് നല്ല ടേസ്റ്റ് കൂടാനല്ല കേട്ടോ, പവർ കൂട്ടാനാണ് ഇതിൻ്റെ ഉദ്ദേശം. എൻ്റെ മുകളിൽ പൊടിപൊടിയില്ലേ. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കാം, പത്തിരി പൊരിച്ച് ഇത് കൂട്ടിയൊരു നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, അരി ഇങ്ങനെ അരച്ച് വെച്ചത് കൊണ്ട് കാര്യങ്ങളൊക്കെ ഞങ്ങളെ കാട്ടി തന്നല്ലോ. പിന്നെന്താണ്, മിക്സിൻ്റെ ബ്ലേഡ് പൊട്ടൊന്നുമില്ല കേട്ടോ, കുറച്ച് ലൂസായിട്ട് അരച്ചാൽ മതി നമ്മൾ. അപ്പോൾ കുറച്ച് ലൂസായിട്ട് അരച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതിലേശം പൊടിയും കൂട്ടി പൊരിച്ചാൽ മതി. അതുകൊണ്ട് ഇത് ഞാൻ എന്നും വൈകുന്നേരം മക്കൾക്ക് ചായക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമാണ്. പിന്നെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ് ഇത് പൊരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ ഞാനിങ്ങനെ പറയും, എൻ്റെ കൂട്ടുകാരോടൊക്കെ പറയും, കുടുംബശ്രീയൊക്കെ പോകുമ്പോൾ ഞാൻ പറയും ഇങ്ങനെ, ഞാൻ അരി അരച്ച് പൊരിച്ചതാണ് ചായക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു ചോദിക്കും, അതെങ്ങനെയാണ് താത്തി അരി അരച്ച് പൊരിക്കാതെ എന്താക്കലങ്ങളെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ച്, ഇത് എനിക്ക് അറിയാവുന്ന പോലെ എല്ലാവർക്കും അറിയാനുണ്ടാവില്ല എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ച്. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഒന്നിടാം എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ഇവിടെ വെച്ച് വരത്തും ചെയ്യാം. നമുക്ക് ഇതിങ്ങനെ കയ്യിൽ വെച്ച് വരത്തിയാലും മതി. കട്ടി കുറയ്ക്കുകയാണ് നല്ലതാണ്. കട്ടി കുറച്ചിട്ടുണ്ടെന്ന് വെച്ചാലും കട്ടി ശേഷം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല.
അപ്പം അങ്ങനെ പരത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചീൻചട്ടിയിലിട്ട് എണ്ണയിലിട്ട് പൊരിക്കുക. ഞാൻ എൻ്റെ വെള്ളപ്പത്തിൽ ചീൻചട്ടിയാണ് സാധാ എടുക്കൽ. രാവിലെയാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പിന്നെ തോന വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ കാണിച്ചു തരുന്നത്. തോന വെളിച്ചെണ്ണ ഒഴിച്ചാൽ 3-4 ഇടാലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിച്ചു തന്നത് അതുകൊണ്ടാണ്. അതാ ഇതിൽ ഞാൻ 4 ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും പിന്നെ എനിക്ക് തോന്നുകയാണ് എല്ലാ കാര്യവും നമുക്കറിയാവുന്ന കാര്യം മറ്റുള്ളവർക്ക് അറിയില്ല, അവർക്കറിയാവുന്ന കാര്യം ചിലപ്പോൾ നമുക്കറിയില്ല. അങ്ങനെയാണ്. എന്താ വെച്ചാൽ എല്ലാ കാര്യവും ഇപ്പോൾ എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ലല്ലോ. അപ്പോൾ അത് ഞാൻ അങ്ങനെ ചിന്തിക്കും എപ്പോഴും. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ചോദിക്കും, അതെന്താ അതെങ്ങനെ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് അരിയൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ കിട്ടുന്നതല്ലേ റേഷൻ കടയിൽ നിന്ന്. അപ്പോൾ എല്ലാവർക്കും വൈകുന്നേരം ഒരു ചായക്ക് കടി ഉണ്ടാക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരത്തെ ചായക്ക് കടിയെന്ന് മാത്രമല്ല, വൈകുന്നേരം രാവിലെ കറിയും കടിയും കൂടി ആക്കാനൊക്കെ നല്ല കാര്യം തന്നെയാണത്. പിന്നെ അത് അരച്ച് നമുക്ക് ദോശ ചൂടാൻ പറ്റും. പിന്നെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ അമ്മച്ചി അരച്ചിട്ടും വലിയമ്മയായിട്ട് അരച്ചിട്ട് ഇങ്ങനെ പൊരിച്ചിട്ടും പിന്നെ ദോശ ചുട്ടിട്ടും പത്തിരി ചുട്ടിട്ടും മണ്ണിൻ്റെ ചട്ടിയിലൊക്കെ പത്തിരി ചുട്ടിട്ടൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അത് ചെറുപ്പത്തിലേ എനിക്ക് അറിയുന്ന കാര്യമാണ്. പുരയിലൊക്കെ എപ്പോഴും ഇത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാം പുള്ളി വന്നിട്ടുണ്ട്, നല്ലോണം പുള്ളി വന്നിട്ടുണ്ട്, പൊന്തി വന്നിട്ടുണ്ട്. നല്ല ചൂടായിരിക്കണം കേട്ടോ, ചട്ടിക്ക് നല്ല ചൂടായിരിക്കണം. ഞങ്ങൾ ഇടുന്ന സമയത്ത് തീ കുറച്ചിടരുത്, നല്ല ചൂടിലിട്ട് കൊടുക്കണം. അപ്പോഴാണ് നല്ലോണം പൊന്തി വരും. കണ്ടില്ല, നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. അരച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൂന്ന് വന്നിട്ടുണ്ട്, അരച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ എടുത്തോളി. ഞാൻ അത്യാവശ്യം ഒന്ന് ചോപ്പിച്ചെടുക്കും. അപ്പം നമ്മൾ നല്ല രസമാണല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അപ്പം ഞങ്ങൾ മുരിച്ച പത്തിരി ഇവിടെ എന്തായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. നമ്മൾ പൊരിച്ച പത്തിരി അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എല്ലാവരും പിന്നെ രാവിലത്തെ ചായക്കൊക്കെ ഉണ്ടാക്കി ഉഷാറായിട്ട് പിന്നെ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിച്ചിട്ട് നല്ല അടിപൊളി കമൻറ്റ് ഇടുക. കമൻറ്റ് കാണുമ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടാകുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അപ്പോഴേ മനസ്സിലാവും. പിന്നെ ഞാൻ എപ്പോഴും യൂട്യൂബൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം നോക്കുക കമൻറ്റാണ്. കമൻറ്റ് വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നല്ല കമൻറ്റുകൾ ഇത് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം. താങ്ക് യു. സൂപ്പർ, നന്നായിട്ടുണ്ട്.